ഹായ്, എൻ്റെ ഒരു 2 ലക്ഷം രൂപ ആപ്പിൾ കൊണ്ടുപോകാൻ പോവാണ് താമസിയാതെ. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ ആപ്പിളിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിലേക്കാണ് പോകാൻ പോകുന്നത്. ഒരു മാക്ബുക്ക് പ്രോ കുറച്ച് കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ആഗ്രഹം മാത്രമല്ല, നമ്മുടെ വർക്കിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് നേരെ അവിടെ പോയി ഒരു മാക്ബുക്ക് പ്രോ എടുക്കാൻ പോവാണ്. 2 ലാഖാണ് അതിൻ്റെ വില. ഞാൻ പല ഷോപ്പിലായിട്ട് ചോദിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് വാങ്ങിക്കാൻ പോകുന്നത്. ഓൺലൈനിലല്ല, ഓഫ്ലൈനിലാണ് പലപ്പോഴും നമുക്ക് ബെറ്റർ പ്രൈസ് കിട്ടുക എന്നുള്ളത് പല ആവർത്തി പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സെല്ലറായ ഇമാജിനിലേക്കാണ് പോകാൻ പോകുന്നത്. സോ നമുക്ക് പോവാം. ഡ്രൈവർ വണ്ടി എടുക്കൂ. പിന്നെ നമ്മൾ ഡ്രൈവർ വണ്ടി എടുക്കൂ എന്ന് പറയുമ്പോൾ ഭയങ്കര അഹങ്കാരത്തോടെയൊക്കെയാണല്ലോ പറയണതെന്നൊന്നും വിചാരിക്കേണ്ട. എൻ്റെ വൈഫിനോടാണ് പറഞ്ഞത്, പുള്ളിക്കാരിയാണ് ഓടിക്കുന്നത്. അതിനുള്ള പണി, ഡ്രൈവർ എന്നുള്ള വിളിക്കുള്ള പണി വീട്ടിൽ പോയിട്ട് കിട്ടും. ഞാൻ വേറൊരു കാര്യം എനിക്ക് പറയാം. അതായത് ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഡ്രൈവർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എക്സ്റ്റെൻഡഡ് വാറണ്ടി. അത് തീർച്ചയായിട്ടും എടുക്കുക, ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ നല്ല 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കണം. ഞാൻ ഈ എടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന് ഏകദേശം 25,000 രൂപ വരും എക്സ്റ്റെൻഡഡ് വാറണ്ടി. ഞാൻ അതടക്കമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരം പോവാണ്. ഞാൻ ഈ ആപ്പിൾ പോയത് എടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. സോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം ഗൈസ്. നമ്മൾ പർച്ചേസ് കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് മാക്ബുക്ക് പ്രോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 2 ലാഖാണ് എമൗണ്ട് വന്നത്. 2 ലാഖ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡയറക്റ്റ് 2 ലാഖ് അല്ല. അതിൽ ആപ്പിൾ കെയർ പ്ലസ് 3 വർഷത്തെ, അതായത് 24,900 രൂപയോളം ആ ഒരു സബ്സ്ക്രിപ്ഷനാണ്. അതായത് ആപ്പിൾ കെയർ പ്ലസിൻ്റെ ആക്സിഡൻഷ്യൽ പ്രൊട്ടക്ഷൻ അടക്കം എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഒരു 3 വർഷത്തേക്ക് അവർ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരും എന്നുള്ള ആ ഒരു സംഭവം കൂടി ചേർത്താണ് എടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ വില അടക്കം മൊത്തത്തിൽ 2 ലക്ഷം രൂപയാണ് നമുക്ക് വില വന്നിരിക്കുന്നത്. സോ ഓക്കെ, ആ വില തീർച്ചയായിട്ടും ഡീസൻ്റ് ആയ ഒരു പ്രൈസിംഗ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്, ഓഫീസിലെത്തി. മാക്ബുക്ക് പ്രോ നമ്മുടെ കയ്യിലുണ്ട്. ഓപ്പൺ ചെയ്ത് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു ഡിവൈസ് 2 വേരിയൻ്റ് ഉണ്ട്. M2Pro ചിപ്പിലും വരുന്നുണ്ട്, പ്രോ മാക്സിലും വരുന്നുണ്ട്. പിന്നെ 2 കളറിലാണ് വരുന്നത്. സിൽവർ കളറും വരുന്നുണ്ട്, ഗ്രേ കളറും വരുന്നുണ്ട്. നമ്മൾ മേടിച്ചിരിക്കുന്നത് ഗ്രേ കളറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ നമ്മുടെ മാക്ബുക്ക് പ്രോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. കവറിൽ പൊതിഞ്ഞ രീതിയിലാണ്. നമുക്കത് ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കാം. ഇവിടെ കാണാം മാക്ബുക്ക് പ്രോയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു 1.5 കിലോ പോരാ, 1.5-2 കിലോൻ്റെ റേഞ്ചിലുള്ളൊരു വെയിറ്റ് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വെയിറ്റ് ഉള്ള ഡിവൈസ് ആണെന്ന് അറിഞ്ഞു വെച്ചോളൂ. ഞാനിത് എടുത്തിരിക്കുന്നത് ശരിക്കും വൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് കൊണ്ടുനടക്കാനൊക്കെ ഒരു സൗകര്യം നോക്കുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് കുറവുള്ള ഇത് മതിയെന്നാണ് ആൾ ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് സൈസ് തന്നെയാണ്, വളരെ ചെറുതൊന്നുമല്ല. നമുക്ക് കൂടുതൽ നോക്കാം. അതിനു മുമ്പ് ബോക്സിൽ എന്താണെന്ന് കൂടി ഒന്ന് പെട്ടെന്ന് കാണാം. ബ്രൈഡഡ് കേബിൾ, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു ബ്രൈഡഡ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് C to മാഗ്സേഫ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതിൽ നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആപ്പിളിൻ്റെ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ പിന്നെ ചാർജർ ഉണ്ടായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതായത് പ്രകൃതിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല തോന്നണം. എന്തായാലും സംഗതി ചാർജർ 67 വാട്ടിൻ്റെ തന്നിട്ടുണ്ട്. കൂടിയ ചാർജറുകൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സോ 67 വാട്ട് ഡീസൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് റിവ്യൂ മാത്രം കണ്ടുകൊണ്ട് ഒരു സൈസ് അല്ലെങ്കിൽ കളറ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺവീനിയൻസും കാര്യങ്ങളും തീരുമാനിക്കരുത്. ഷോപ്പിൽ പോവുക, ഇമാജിനിലൊക്കെ ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, അവിടെ പോയി എടുത്ത് ഉപയോഗിച്ച് നോക്കി, കയ്യിൽ പിടിച്ചൊക്കെ നോക്കി, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമാവുന്ന കളറും നിങ്ങൾക്ക് താല്പര്യമാവുന്ന സൈസും ചൂസ് ചെയ്യുക. അതാണ് ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാരണം. വെറുതെ റിവ്യൂ മാത്രം കണ്ടുകൊണ്ട് 14 ഇഞ്ച് നമുക്ക് മതി എന്ന് വിചാരിക്കരുത്. സോ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് മാക്ബുക്ക് പ്രോ ഓപ്പൺ ചെയ്യാം. ഞാനത് ഓപ്പൺ ചെയ്യാണ്. ഒരു ചെറിയ സൗണ്ടോട് കൂടി അവനങ്ങോട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം സംഗതി സെറ്റാണ്. ഡിസ്പ്ലേ ഒരു ചെറിയ കവറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ സെറ്റപ്പ് ചെയ്തൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഓവർവ്യൂ പെട്ടെന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിൽ ചുറ്റുപാടും ഉള്ള കാര്യങ്ങളെന്ന്. ഒരു HDMI പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് HDMI 2.1 ആണ്. അതായത് ഏറ്റവും പവർഫുള്ളായ സെറ്റപ്പ് തന്നെയാണ്. 8K വരെ നിങ്ങൾക്ക് അതിലൂടെ 8K ഡിസ്പ്ലേയിലേക്ക് വരെ നൈസായിട്ട് കണക്ട് ചെയ്ത് സ്ട്രീം ചെയ്യാൻ സാധിക്കും. ടൈപ്പ് C തണ്ടർബോൾട്ട്, പിന്നെ ക്യാമറയുടെ ഒക്കെ വലിയ സൈസ് മെമ്മറി കാർഡുകൾ ഇടാനുള്ള ഒരു സ്ലോട്ടും ബിൽറ്റിനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്ക് മാഗ്സേഫിൻ്റെ ഒരു പോയിന്റ് കാണാം. ടൈപ്പ് C തണ്ടർബോൾട്ട് 2 എണ്ണം ഉണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് പോർട്സ് ആൻഡ് ബട്ടൺസ് ഒന്നും ഇല്ല. റിയർ സൈഡിൽ മാക്ബുക്ക് പ്രോ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം മാക്ബുക്ക് പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തിരി ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ ഘടകം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ ഇതിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്.
ഡിസ്പ്ലേയുടെ സ്പെക്ക് ഒക്കെ ഇവിടെ സ്ക്രീനിൽ കാണാം. ഒരു വീഡിയോ എഡിറ്റിംഗ് പോലുള്ള പർപ്പസുകൾക്കൊക്കെ പറ്റിയ വെൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. കൂടുതലായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. 6 സ്പീക്കറുകളുടെ ഒരു സെറ്റപ്പാണ് 2 സൈഡിലും മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് ക്വാളിറ്റി. ഞാനൊരു ചെറിയ സാമ്പിൾ കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ട് ഓഡിയോ ക്വാളിറ്റി? അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഏറെക്കുറെ ഷുവറാണ്. ഇനി അത് കൂടാതെ ട്രാക്ക് പാഡ് നല്ല ഡീസൻ്റായ എഫിഷ്യൻ്റായ ട്രാക്ക് പാഡ് ഉണ്ട്. മാജിക് കീബോർഡ്, ടച്ച് ഐ ഡി അടക്കമാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു ക്വിക്ക് ഓവർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ, നമുക്ക് ഈ സെൽഫി ക്യാമറ പോലെ നിൽക്കുന്ന ഈ ഫേസ് ടൈം ക്യാമറ ഉണ്ടല്ലോ, ഫുൾ HD റെസൊല്യൂഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഞാനതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ, അതായത് ക്യാമറയുടെ ഫേസ് ടൈം ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. സംഗതി അത്രയൊന്നും പോരാ. ഈ ഒരു വരിച്ച് കുറച്ചും കൂടി നല്ല ക്യാമറ കൊടുക്കാമായിരുന്നു. ഫുൾ HD ആണ് ഇതിൻ്റെ മാക്സിമം റെക്കോർഡിംഗ് കപ്പാസിറ്റി. ആ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നന്നായിട്ടൊക്കെ ഉണ്ട്. ഒരു വീഡിയോ കോളിനൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. അതല്ലാതെ ഒരു നല്ല ബെസ്റ്റ് ക്വാളിറ്റി എന്നൊന്നും പറയാൻ തോന്നുന്നില്ല. പക്ഷേ മൈക്കിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് 3 മൈക്ക് വരുന്നുണ്ട്. അടിപൊളി ക്വാളിറ്റിയാണ് മൈക്കിന് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എന്തോരം ഉണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. വീഡിയോ അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ ഇതിനകത്ത് Wi-Fi 6E പോലുള്ള സംവിധാനങ്ങളുണ്ട്. ബ്ലൂടൂത്ത് 5.3 എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് നന്നായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കാനാണ് താല്പര്യമെങ്കിൽ വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്കും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ ഈ പ്രൊഡക്റ്റ് സെക്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കുക, സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളുണ്ട്. അതേപോലെ തന്നെ HDFC കാർഡിന്മേൽ ഓഫറുകളുണ്ട്. ഈ ഓഫറുകളെല്ലാം കളക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഏറ്റവും ബെറ്റർ പ്രൈസിൽ നമുക്കിത് കിട്ടുക. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഏകദേശം ഒരു 10 മണിക്കൂർ വരെ നമ്മുടെ യൂസേജ് കേസിൽ, ആ കമ്പനി 18 അങ്ങനെ വലിയ റേഞ്ചൊക്കെ പറയും. ബട്ട് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് വീഡിയോ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം അഗ്രസീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 10 മണിക്കൂർ വരെ ചാർജ് കിട്ടുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല ചാർജാണ്, അല്ലെങ്കിൽ നല്ലൊരു ബാറ്ററി ലൈഫാണ്. നോർമലി യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം വരെ, അതായത് നോർമൽ അത്യാവശ്യം ബ്രൗസ് ചെയ്യുന്നു, അത്യാവശ്യം ഒരു സിനിമയൊക്കെ കാണുന്നു, അങ്ങനെ നോർമൽ ഒരു മിനിമം യൂസ്, ഒരു കാഷ്വൽ യൂസൊക്കെ ആണെങ്കിൽ 2 ദിവസം വരെ ബാറ്ററി ലൈഫ് സുഖമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു വിഷയമില്ല. കൂടുതലായിട്ടുള്ള ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം വൃത്തിയായിട്ട് ഇതിൽ ഏതൊക്കെ റേഞ്ചിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എത്രയൊക്കെ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ടാബുകൾ ഓപ്പൺ ചെയ്ത് ഒരുപാട് ആപ്ലിക്കേഷൻ ഒരുമിച്ച് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. ഇപ്പോഴേക്കും നമ്മുടെ ഒരു ഡ്രീമൊക്കെ ആയിരുന്നു എന്ന് പറയാവുന്നൊരു സംഭവമാണ് ഈ മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത്. ആ ഒരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. വൈഫിനാണ് കൊടുക്കുന്നത് എങ്കിൽ പോലും ഇവിടെ തന്നെ നമ്മുടെ ഒരു ഡ്രീമിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് അതിന് കണക്കാക്കാവില്ലേ. സോ ഫൈനലായിട്ട് നമ്മുടെ ഒരു കമൻറ്റിനുള്ള ഒരു ഉത്തരം കൂടി പറഞ്ഞിട്ടാവും. ഒരു ചോദ്യം കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയും കാശ് മുടക്കി 2 ലക്ഷം രൂപയുടെ അടുത്ത് മുടക്കിയിട്ട് ഈ ഒരു സംഗതി എടുക്കുന്നതിനേക്കാൾ നല്ലതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുത്തൂടെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഒരു വിൻഡോസ് ലാപ്ടോപ്പ് നല്ലത് നോക്കി എടുത്താൽ പോരെ, അതിന് ഇത്രയും കോസ്റ്റ് വരില്ലല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും ന്യായമായ ചോദ്യമാണ്, സംശയമാണ്. ഞാനിത് ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആവശ്യത്തിന് നോക്കിക്കൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനെന്നുള്ളത്. ഇവിടെ ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ വൈഫിനുള്ളതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അയാൾ ഐഫോണാണ് ഉപയോഗിക്കുന്നത്, ഞാൻ S23 അൾട്രയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അയാൾ ഐഫോണാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ എൻ്റെ ആപ്പിൾ വാച്ചൊക്കെ ഇപ്പോൾ ആളാണ് ഫുൾ ആപ്പിളിൻ്റെ സിസ്റ്റത്തിലാണ് ആളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുകൂടി ആൾക്ക് വരികയാണെങ്കിൽ പക്ക സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ എൻ്റെ വർക്ക് നടക്കുന്നത് മാക് മിനിയിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഫയൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായാലും എല്ലാത്തിനായാലും ആ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെതായ ബെനിഫിറ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. ബട്ട് നിങ്ങളൊരു വിൻഡോസ് ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിൻഡോസ് ലാപ്ടോപ്പ് തന്നെ ആയിരിക്കും നല്ലത്. സോ ഫൈനലി നമ്മളിത് വാങ്ങിച്ചത് തൃശ്ശൂർ ഇമാജിനിൽ നിന്നാണ്. ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സെല്ലറായ ശോഭാ സിറ്റിയിലുള്ള ഇമാജിനിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞോളൂ, അവർ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ട്രൈ ചെയ്യുമ്പോഴും മറ്റ് ഷോപ്പുകളിൽ കൂടി വില അന്വേഷിക്കുക. എന്നിട്ട് ഏറ്റവും കുറവ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഉറപ്പിച്ചിട്ട് വാങ്ങിക്കുക. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.